ഞാനിന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഒരു ഹാഫ് ആൻ അവർ എടുക്കുമല്ലോ. അപ്പോൾ മൊബൈലിൽ ഡിവോഷണൽ സോങ് ഒക്കെ വെച്ച് ഞാൻ കേട്ടിരിക്കാമെന്ന് കരുതി പാട്ട് പ്ലേ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ പയ്യൻ പറഞ്ഞു, സാറേ ഞാൻ നോമ്പിലാണ്, പാട്ടൊന്ന് നിർത്താമോ? അപ്പോൾ അവനൊരു മുസ്ലിമാണ്. ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ ഡിവോഷണൽ സോങ് വെച്ചുകൊണ്ടാണോ? ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ നോമ്പിൻ്റെ സമയത്ത് ഫുള്ള് പ്രാർത്ഥനയിലായിരിക്കും ഞങ്ങൾ. ആ സമയത്ത് സന്തോഷിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ഞങ്ങൾ പോകാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്ത്യാനികൾ ഈ നോമ്പിന്റെ സമയത്ത് എങ്ങനെയാണ്? സത്യത്തിൽ ഇന്നലെ പോലും അല്ലെങ്കിൽ ഇന്ന് പോലും കുഴിമന്തി അൽഫാമും കഴിച്ചവരായിരിക്കും നമ്മളല്ലേ. അതായത് നോമ്പിന്റെ സമയത്ത് പോലും ഈ നോമ്പെടുക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് വളരെ ചുരുക്കമാണ്. അവനിങ്ങനെ ഓടി നടക്കുക, എല്ലാത്തിലും അടപടലം കിടന്ന് ഉരുണ്ട് കിടന്ന് മറിയുകയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളല്ലേ. നോമ്പിന്റെ സമയത്ത് മുസ്ലിം പറയുകയാണ് ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കും, ആ ചൈതന്യത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും. എന്നാൽ ക്രിസ്ത്യാനിയുടെ നോമ്പ് എങ്ങനെയാണ് ഇന്ന്? ക്രിസ്ത്യാനി തകർക്കുകയാണല്ലേ. ഏത് മൂഡ്, സദ്യ മൂഡ്, ഏത് മൂഡ്, പായസം മൂഡ്, ഏത് മൂഡ്, ഓണം മൂഡ്, ഇങ്ങനെ മൂഡ് നോക്കി ക്രിസ്ത്യാനി പോയി അവസാനം അവനൊരു മൂഡില്ലാത്തവനായി മാറി. ഇന്നത്തെ ക്രിസ്ത്യാനികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുഖമൊക്കെ വെറുതെ മ്ലാനമായിട്ടിരിക്കുക, ഒരു മൂഡും ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്തുകൊണ്ടാ? ആ കർത്താവിനെ വിട്ട്, ദൈവവചനം വിട്ട്, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും കുഴപ്പമില്ല. അരവണ കഴിച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അമ്പലത്തിൽ പോയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. നമ്മൾ ഈ നോമ്പ് കാലത്ത് നോമ്പും പ്രാർത്ഥനയോടെ പരിത്യാഗത്തോടെ നമ്മൾ പോണം. ഇന്ന് എത്ര പേര്, എത്ര മക്കൾ വിശ്വാസ ജീവിതത്തിലുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലേ? നമ്മുടെ കുടുംബത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ ഇടവക പള്ളിയിൽ എത്ര പേര് വിശ്വാസമുള്ളവരുണ്ട്? എത്ര യുവജനങ്ങൾ നമ്മുടെ പള്ളിക്കകത്ത് വിശുദ്ധ കുർബാനയിൽ കയറുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്? നമ്മൾ ചിന്തിക്കണം. വളരെ വിരളമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വചനം നൂറ്റാണ്ടുകൾക്ക് മുന്നേ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ പറയുകയാണ്, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനം. ഈ വചനം നമുക്കുള്ള ദൈവത്തിന്റെ ദൂതാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസമുള്ള, കൃപയുള്ള, അഭിഷേകമുള്ള മക്കളായി നമുക്ക് മാറാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.